Meet the editors. തിരുത്തൽ തുടങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതൊരു തിരുത്തൽ തുടക്കമായി. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു തിരുത്തൽ നടപടി ഉണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേൽത്തട്ടിൽ നിന്ന് തുടങ്ങുകയാണോ? നോക്കൂ, ഇന്നിപ്പോൾ വളരെ സുപ്രധാനമായ രണ്ട് തീരുമാനങ്ങളാണല്ലോ സംഘടനാ തലത്തിൽ CPM പ്രഖ്യാപിച്ചത്. ഒന്ന്, നിശ്ചയമായും നമ്മൾ ചർച്ച ചെയ്യുന്ന EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളതാണ്. അപ്പോഴും അദ്ദേഹത്തിനെതിരായിട്ട് സംഘടനാ തലത്തിലൊരു നടപടിയുമില്ല. ഒന്നാമത് അത് പറയുന്നത് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തിൻ്റെ ഫോറം സംസ്ഥാന സമിതിയല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല എന്നാണ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് സമയത്താണല്ലോ വിവാദമായ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ വരുന്നത്. അതിനുശേഷം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ പലതവണ യോഗം ചേർന്നിട്ടുണ്ട്. അപ്പോഴും ജയരാജൻ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ സംഘടനാ തലത്തിലൊരു നടപടി ജയരാജനെതിരെ ഉണ്ടായിട്ടില്ല. എന്നാൽ LDF കൺവീനർ എന്ന സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. മറുവശത്ത് നോക്കൂ, PK ശശിക്ക് ഈ സാമ്പത്തിക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനാ തലത്തിൽ നടപടി ഉണ്ടായി. നടപടി സംഘടനാ തലത്തിൽ ഉണ്ടായപ്പോഴും അദ്ദേഹം KTDC ചെയർപേഴ്സണായിട്ട് തുടരും, ആ സ്ഥാനം തുടരും. അപ്പോൾ വളരെ വിചിത്രമായ രണ്ട് തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല നമുക്ക് എന്ന് പറയുന്ന പ്രസ്താവം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വളരെ വിചിത്രമായ രണ്ട് തീരുമാനങ്ങളായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മുടെ വിഷയം EP ജയരാജനായിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് തന്നെ വരാം. EP ജയരാജനെതിരെയുള്ള നടപടി എന്ന് പറയുന്നത് ഒട്ടും തന്നെ അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഇത് വളരെ നേരത്തെ തന്നെ എടുത്ത ഒരു തീരുമാനവുമാണ്. എന്നാൽ സമയോചിതമായി അത് പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഇത്രയും വൈകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ നടന്ന മത്സരം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലായിരുന്നല്ലോ മത്സരം. ഓഫ് കോഴ്സ് BJP ഒരു മൂന്നാം ശക്തിയായി നിൽക്കുമ്പോഴും തൃശ്ശൂർ മാറ്റി നിർത്തിയാൽ മറ്റ് 19 മണ്ഡലങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ നേർക്കുനേർ മത്സരം നടന്നത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷവും UDFും തമ്മിലായിരുന്നു, അല്ലേ? അവിടെ ഈ വോട്ടർമാർക്ക് മുമ്പിൽ CPM വെച്ചൊരു ചോയ്സ് എന്താണ്? നോക്കൂ, ഇവിടെ BJP ഏറ്റവും ശക്തമായി എതിർക്കുന്നതും BJPയെ തറപറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ നിർമ്മിക്കുന്നതും ഒക്കെ ഇടതുപക്ഷമാണെന്നും അതുകൊണ്ട് രാജ്യത്ത് ഇടതുപക്ഷമാണ് ശക്തിപ്പെടേണ്ടതെന്നുള്ളൊരു ആശയമാണ് ഈ പറയുന്ന വോട്ടർമാർക്ക് മുമ്പിൽ CPM വെച്ചത്. അതിന് ഉപോത്ബലകമായി അവർ പറഞ്ഞത് ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളെ BJPക്കാരാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കോൺഗ്രസിനെ വിജയിപ്പിച്ച് വിട്ടാൽ നാളെ അവർ BJP പോകില്ല എന്ന് എന്തുറപ്പാണുള്ളത്? അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ ചോയ്സ് എന്ന് ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്, ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. പക്ഷേ ആ പ്രചാരണത്തിൻ്റെ മുന്നേ അക്ഷരാർത്ഥത്തിൽ ഒടിക്കുന്നൊരു പ്രശ്നമായിരുന്നല്ലോ ഈ പറഞ്ഞ ജാവ്ദേക്കറുമായിട്ടുള്ള EP ജയരാജൻ്റെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. അതൊരു കാരണവശാലും ഒരു കോംപ്രമൈസും ചെയ്യാൻ കഴിയാത്തൊരു കുറ്റം തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് നമുക്കറിയാവുന്നതുപോലെ EP പല വിവാദങ്ങളിൽ പെട്ടിട്ടില്ലേ? ശരിയാണ്, EP പല വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. EPയെ സംരക്ഷിച്ച് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ഉന്നതമായ പദവികൾ തന്നെ നൽകി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബോണ്ട് വിവാദമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന ദേശാഭിമാനിക്ക് ഉണ്ടായിരുന്ന സ്ഥലം വിറ്റിട്ട് ഒരു വിവാദ വ്യവസായിക്ക് സ്ഥലം വിറ്റിട്ട് കെട്ടിടം നിർമ്മിച്ച കാര്യത്തിനകത്താണെങ്കിൽ പോലും, ബന്ധു നിയമനത്തിൻ്റെ പ്രശ്നത്തിലാണെങ്കിൽ പോലും ഒക്കെ പലതരത്തിൽ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോണ്ട് വിവാദത്തിൽ ജനറൽ മാനേജർ സ്ഥാനം നഷ്ടപ്പെട്ടു ദേശാഭിമാനിയുടെ, അല്ലേ? നെപ്പോട്ടിസത്തിൻ്റെ ഭാഗമായിട്ടും മന്ത്രിസ്ഥാനം രാജിവെച്ചു, പക്ഷേ തിരിച്ച് വന്നു. അവസാനം എന്താണ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിനെ അതിന് പാർട്ടി പിന്തുണച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് EP ജയരാജൻ ഒരു വിവാദത്തിൽ പോയി പെടുക എന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നാൽ, ഈ തുടർച്ചയായ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലിരുന്ന് കഴിഞ്ഞാൽ പാർട്ടി എപ്പോഴും പ്രതിസന്ധിയിലായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വിചാരിക്കാൻ, അതുകൊണ്ട് അത്തരത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നൊരു നേതാവുമല്ല EP ജയരാജൻ. അതുകൊണ്ട് അദ്ദേഹത്തെ LDF കൺവീനറായിട്ട് അപ്പോഴും നല്ലൊരു ചുമതല തന്നെയാണ് കൊടുത്തത്. പക്ഷേ അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. കാരണം നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടതുപോലെ പിണറായി വിജയൻ, അത് കഴിഞ്ഞാൽ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ, പിന്നെ മൂന്നാമത്തെ നേതാവ് എന്നുള്ള നിലയ്ക്കാണല്ലോ EP ജയരാജനെ കാണുന്നത്. EP ജയരാജന് പക്ഷേ അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി ആകാൻ കഴിയാതെ പോയതിൻ്റെ മുഴുവൻ പിണക്കങ്ങളും അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഒരു പാർട്ടി പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നതാണ് വിവാദമാകുന്നത്. പങ്കെടുത്താൽ വാർത്തയാവുന്ന അവസ്ഥയായി, അല്ലേ? EP ജയരാജൻ ഗോവിന്ദ മാസ്റ്ററുടെ ജാഥയിൽ പങ്കെടുത്തു എന്നുള്ളത് വാർത്തയാവുക, EP ജയരാജൻ LDF യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വാർത്തയാവുക. അങ്ങനെയൊക്കെ ഈ പറയുന്ന ഒരു പിണക്കത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ ജാവ്ദേക്കർ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. നോക്കൂ, ഈ പറയുന്ന CPMൻ്റെ കേരളത്തിൽ ഇനിയും വരാനിരിക്കുന്ന ഒരു കോർ കോസ് എന്ന് പറയുന്നത് അവർ BJPക്കെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് എന്നുള്ളത് തന്നെയാണ്. ആ നിലയ്ക്കാണ് അവരെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കോർ കോസിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ കഴിയില്ല. EPയെ പോലെ ഉന്നതനായ ഒരു നേതാവ് പോയിട്ട് ജാവ്ദേക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. അതിനേക്കാളും വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമല്ലേ ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഈ പാർട്ടി വിട്ടിട്ട് BJPയുമായി ചേരാൻ ശ്രമിച്ച നേതാക്കളിൽ ഒരാളാണ് EP ജയരാജൻ എന്നൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനൊന്നും വ്യക്തമായ മറുപടി EPക്ക് പറയാനുമില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം
സാഹചര്യത്തിൽ ഇത് ഏതായാലും വിളിച്ചു വരുത്തിയ ഒരു നടപടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല EPക്ക് CPM രാഷ്ട്രീയത്തിലൊരു ഭാവി ഉണ്ടെന്ന്. നോക്കൂ, ഇപ്പോൾ 2 തവണ MLA ആയിട്ട് 2 തവണ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, വിവിധ പദവികളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ ഒന്നും സംസ്ഥാന സെക്രട്ടറി ആകാൻ കഴിയില്ല. മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 74 കഴിഞ്ഞിരിക്കുന്നു, 75 വയസ്സാകാൻ പോവുകയാണ്. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പദവികൾ ഉണ്ടാവില്ല ഈ പാർട്ടിയിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പാർട്ടി കോൺഗ്രസോടുകൂടി തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗസ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു സംഘടനാ നടപടിയെടുത്ത് വിടേണ്ട കാര്യവുമില്ല. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ജയരാജനെ എപ്പോഴും വലിയ ഇപ്പോൾ ഈ സമയത്ത് എന്തുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്, EP ജയരാജനെ പോലെ ഒരു ത്യാഗിയായ രാഷ്ട്രീയ നേതാവായിട്ടാണല്ലോ CPM രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ കാണുന്നത്, അല്ലേ? വെടിയുണ്ടയേറ്റ നേതാവാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് EPയുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് EP ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും ശക്തമായ സംഘർഷം CPM BJP ആയിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള, ആ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള. അപ്പോൾ അവിടെ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം തീർത്തൊരു നേതാവ് എന്നുള്ള നിലയ്ക്ക് EPയോട് അവർക്ക് ഒക്കെ ഒരു കടപ്പാടുണ്ട്, CPM നേതൃത്വത്തിലൊരു കടപ്പാടുണ്ട്. അത് മാത്രമല്ലല്ലോ ഇപ്പം ഈ പറയുന്ന ഔദ്യോഗിക പക്ഷം മാത്രമല്ല ഇപ്പോഴുള്ളൂ, വിഭാഗീയതയുടെ ഒരു ചരിത്രമുണ്ടല്ലോ ഈ പാർട്ടിക്ക്. ആ വിഭാഗീയതയുടെ കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിഭാഗീയത ഉണ്ടാവുകയും VS പക്ഷം ശക്തമാവുകയും ചെയ്തപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് അതിൻ്റെ ചുമതലക്കാരനായി നിന്നുകൊണ്ട് ആ പാർട്ടി ജില്ലാ ഘടകത്തെ ഒന്നടങ്കം പിണറായി പക്ഷത്തേക്ക് എത്തിച്ചത് EP ജയരാജനാണ്. ആ അർത്ഥത്തിൽ ആ ഒരു വലിയ പ്രവൃത്തി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അവിടെ തൃശ്ശൂരിൽ മാത്രമല്ല വിവിധ ജില്ലകളിൽ EP ഉണ്ടാക്കിയിട്ടുള്ള കോൺടാക്റ്റ് വഴി മലപ്പുറം സമ്മേളനത്തിലൂടെ പിണറായിയുടെ ഔദ്യോഗിക പക്ഷം പാർട്ടി പിടിച്ചെടുക്കുന്നതിന് വളരെ ശക്തമായി മുന്നിൽ നിന്ന പോരാളിയാണ് EP ജയരാജൻ. ആ അർത്ഥത്തിലൊക്കെ EPയോട് വലിയ കടപ്പാടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് EP എക്കാലത്തും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുമായി ചേർന്നിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ CPMൽ എളുപ്പമല്ല തുടരുക എന്ന് പറയുന്നത്. തുടരുക എന്ന് ഞാൻ പറയുന്നത് ഈ പദവികളിൽ ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ BJPക്കെതിരായ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് CPM ഇവിടെ നിലനിൽക്കുന്നതും ഇനിയും തുടർന്ന് നിലനിൽക്കാനും അവർ ഉദ്ദേശിക്കുന്ന ആ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോർ കോഴ്സിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർക്ക് തയ്യാറാകാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് ഉചിതമായ നടപടിയാണ്. എന്തുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് EP ജയരാജൻ ഒന്ന് ഒഴിഞ്ഞു പോകുന്നതിന് പകരം അല്ലെങ്കിൽ മാറ്റുന്നതിന് പകരം ഒന്ന് രാജിവെച്ച് പോയിക്കൂടെ? രാജിവെച്ച് പോകാൻ കഴിയില്ല. കാരണം എന്താ ഈ പറയുന്ന 30,000-ലേറെ ബ്രാഞ്ചുകളുണ്ടല്ലോ ഈ പാർട്ടിക്ക്. നാളെ ആ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുകയാണ്. ഈ ബ്രാഞ്ചുകൾ മുതൽ സംസ്ഥാന നേതൃതലം വരെയുള്ള എല്ലാ കമ്മിറ്റികളിലും EP ജയരാജനെതിരായിട്ടുള്ള വിമർശനമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അവലോകന സമയത്ത് തിരുത്തൽ രേഖ ഉണ്ടാക്കുമ്പോൾ ബ്രാഞ്ച് തലത്തിൽ തന്നെ അതിശക്തമായ വികാരമാണ് എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും. അതൊരു പൊതുവികാരമായി പാർട്ടി അണികളെ ബാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം? പാർട്ടിയാണ് ഇതൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ അണികൾ എന്ന് പറയുന്നത് ഈ ബ്രാഞ്ച് തലം മുതൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർക്കിടയിൽ ഒരു പൊതുവികാരം ഉണ്ടായാൽ അതിനെതിരെ കണ്ണടച്ച് നിൽക്കാൻ സംസ്ഥാന നേതൃത്വത്തിൽ കഴിയില്ല. സ്വാഭാവികമായും EPക്കെതിരെ ഒരു നടപടി എടുത്തേ മതിയാകും. അത് രാജിവെച്ച് പോകാനുള്ള അവസരം കൊടുക്കുകയല്ല വേണ്ടത്, ഒരു നടപടി തന്നെ എടുക്കണം. എന്നാലേ ആ സന്ദേശം പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അത് അനിവാര്യമായ നടപടിയാണ്. ഒരു കാര്യം കൂടി ഒരു വരി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ EP ഇനി അടുത്ത ഒരു ഘട്ടത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഗവർണർ പദവി ഓഫർ ചെയ്തിട്ടുണ്ട്, BJPയിലേക്ക് പോകും. അങ്ങനെയൊന്നും ഒരു തീരുമാനം EP ജയരാജൻ എടുക്കില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, CPMൻ്റെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ സ്വന്തം രാഷ്ട്രീയത്തെ റദ്ദാക്കിക്കൊണ്ട് ഈ പറയുന്ന 75-ാമത്തെ വയസ്സിൽ ഒരു BJPക്കാരനായി EP ജയരാജന് മാറാനേ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ഒരു ഇടതുപക്ഷ ചെയ്തിയിൽ തന്നെ നിൽക്കും. എന്നാൽ CPM രാഷ്ട്രീയത്തിലോ സംസ്ഥാന രാഷ്ട്രീയത്തിലോ ഇനി EPക്ക് ഒരംഗത്തിനുകൂടി ബാല്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ശരി, ഡോക്ടർ അരുൺ എന്താണ് കരുതുന്നത്? ഒരു തിരുത്തൽ EPയിൽ നിന്ന് തുടങ്ങുകയാണോ? സ്മൃതി, 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നെ പോകണം. ഒന്ന്, സംഘടനാതലത്തിലുള്ളൊരു നടപടിയായിട്ട് ഞാനതിനെ പൂർണ്ണമായും കണക്കാക്കുന്നില്ല. ഇന്നത് വളരെ വ്യക്തമായി MP ഗോവിന്ദൻ മാഷ് പറഞ്ഞു. സംഘടനാതലത്തിലുള്ള ഒരു അച്ചടക്ക നടപടിയല്ല EP ജയരാജനെതിരെ എടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയായി തുടരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ മേൽ ഒരു സംഘടനാപരമായ നടപടിയെടുക്കാൻ കഴിയില്ല. അദ്ദേഹം എന്താണോ CPM എന്ന സംഘടനയിൽ ഇപ്പോൾ ഏത് പദവിയാണോ വഹിക്കുന്നത് ആ പദവി തന്നെ വഹിച്ചുകൊണ്ട് പോകും. എന്നാൽ CPM ഉൾപ്പെട്ടിരിക്കുന്ന മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിവായി എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന അഭിപ്രായം ഉയർന്നു. ആ സെക്രട്ടേറിയറ്റിലെ അഭിപ്രായം ഉയരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ്. ആ അഭിപ്രായമാണ് ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നത്. അതൊരു സംഘടനാപരമായ അച്ചടക്ക നടപടിയെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഇടതുമുന്നണിയുടെ എല്ലാ ഘടകകക്ഷികളും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം EP ജയരാജൻ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയതിലുള്ള അമർഷവും പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. കടുത്ത നിലപാട് തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ CPMൻ്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ഉടനടി മാറ്റുക സാധ്യമല്ല. കീഴ്ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് അത് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത് ആ തീരുമാനത്തിലേക്കാണ് എത്തിയത്. അതുകൊണ്ടാണ് ഏപ്രിൽ 26 നടന്ന സംഭവത്തിന് ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഒരു തീരുമാനമാകുന്നത്. അത്രയും നീണ്ട ഒരു സംഘടനാ കാലയളവുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വസ്തുത, EP ജയരാജനെതിരെ CPMലെ സംഘടനാപരമായ ഒരു അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല. പകരം ഉണ്ടായിരിക്കുന്നത് ഘടകകക്ഷികളുടെ കൂടെ അഭിപ്രായം പരിഗണിച്ചു
ഉന്നയിച്ചുകൊണ്ട് EP ജയരാജനെ CPM ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഈ പി ശശിയുടെ കാര്യത്തിലും അതിനകത്ത് വ്യക്തത കുറവിൻ്റെ ആവശ്യമില്ല. പി ശശി സംഘടനാപരമായ അച്ചടക്ക നടപടി നേരിട്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് പദവി വഹിക്കുന്നു. അദ്ദേഹം നേരിട്ടിരിക്കുന്ന ആരോപണം ഏതെങ്കിലും തരത്തിലൊരു FIR ആയിട്ട് മറ്റേതെങ്കിലും തരത്തിൽ കോടതിയുടെ മുമ്പിൽ വരാത്ത സാഹചര്യത്തിൽ പാർട്ടി അന്വേഷിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിലാണ്. അത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് മേൽ പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത്. അതും KTDCയുടെ ചെയർപേഴ്സൺ സ്ഥാനവും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഗോവിന്ദ മാഷ് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഏറെക്കുറെ നമുക്ക് വിശ്വസനീയമായ ലോജിക്കലായ ആർഗ്യുമെൻ്റാണ്. അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇനി നമ്മൾ കടന്നു വന്നാൽ എന്താണ് EP ജയരാജൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്ന് രാവിലെ 8:46 ശ്രീജിത്ത്, നമ്മുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റ്, ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് കേരളം അറിയുമ്പോൾ ശ്രീജിത്ത് തുടർന്നുള്ള റിപ്പോർട്ടിങ്ങുകളിൽ ഉപയോഗിച്ചത് ചങ്ങമ്പുഴയുടെ ഒരു കവിതാശകലമായിരുന്നു. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും എന്ന് ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മമായി EP ജയരാജനെ വിലയിരുത്തുകയാണെങ്കിൽ EP ജയരാജൻ ഒരു പ്രായോഗിക കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടാണ് ഒരു വിഭാഗത്തിലുള്ള ആളുകൾ കണക്ക് കൂട്ടുന്നത്. നോക്കൂ, 1980 DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്ന EP ജയരാജൻ അതിനുശേഷമുള്ള ഏകദേശം 44 വർഷക്കാലം അടിമുടി പാർട്ടിയിലെ സമുന്നത പദവികളിൽ, പോളിറ്റ് ബ്യൂറോ അല്ലാത്ത സമുന്നത പദവികളിലെല്ലാം അദ്ദേഹം നിർണായക ശക്തിയായി തന്നെ ഉണ്ടായിരുന്നു. ഔദ്യോഗിക പക്ഷത്തിനോടൊപ്പം 2005-2006 വിഭാഗീയത കത്തി നിൽക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് BS-നെതിരെ കടുത്ത നിലപാടെടുക്കുന്നു. എപ്പോഴും പിണറായിയുടെ വിശ്വസ്തനായി ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം നിൽക്കുമ്പോഴും പാർട്ടിയുടെ വിശ്വസിക്കാവുന്ന ഒരു ജില്ലാ സെക്രട്ടറിയായി കണ്ണൂരിൽ BJP-യെയും RSS-നെയും ഒരു കോട്ട പോലെ കാത്തു സംരക്ഷിച്ച് പാർട്ടിയെ അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് ചെറുത്തു നിൽക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി അബദ്ധങ്ങളിൽ ചാടാറുള്ളത് നമ്മൾ സാധാരണ ടോക്സിക് ഇന്നസെൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നിഷ്കളങ്കത എന്നുള്ളത് പലപ്പോഴും ടോക്സിക്കായി പാർട്ടിക്ക് മാറാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നോക്കൂ, അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലേക്ക് വരുന്നതിന് മുൻപാണല്ലോ ഈ യന്ത്രക്കല്ല് വിവാദം ഉണ്ടാവുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, 1990 ഈ യന്ത്രം ഉപയോഗിച്ച് കല്ല് വെട്ടുന്നതിനെതിരെ പാർട്ടി ഒരു നയം സ്വീകരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ആ യന്ത്രക്കല്ല് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിച്ചു എന്നതിന്റെ പേരിൽ ആരോപണ വിധേയനായി. അന്ന് പാർട്ടി ജാഗ്രത കുറവുണ്ടായി എന്ന് നിരീക്ഷിച്ചതാണ്. എത്രയോ ജാഗ്രത കുറവുകൾ EP ജയരാജന്റെ പേരിൽ പാർട്ടി ചാർത്തിക്കൊടുത്തിട്ടുണ്ട്. ആ ജാഗ്രത കുറവുകളെല്ലാം പാർട്ടി മറികടന്നത് 95-ൽ ഈ 13ാം പാർട്ടി കോൺഗ്രസിൽ നിന്ന് 15ാം പാർട്ടി കോൺഗ്രസിൽ നിന്ന് തിരിച്ചു മടങ്ങി വരുന്ന സമയത്തുണ്ടായ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇപ്പോഴുമുള്ള ആ വെടിയുണ്ടയുടെ പേരിൽ കൂടിയാണ്. അതുമാത്രമല്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ എന്നുള്ളത് നമുക്ക് കുറച്ച് കാണാനേ കഴിയില്ല. അത് EP ജയരാജൻ എന്ന പാർട്ടി നേതാവിനെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഉൾക്കൊണ്ടിരിക്കുന്നതിൻ്റെ നേർചിത്രം കൂടിയാണ്. ജാഗ്രത കുറവുകൾ പലതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 90-ലെ ഈ യന്ത്രക്കല്ല് വിവാദം മുതൽ ഏറ്റവും ഒടുവിൽ ഈ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ അനുചിതമായ പ്രസ്താവനയടക്കം ഒരു ഡസനോളം ജാഗ്രത കുറവുകൾ കാണാൻ സാധിക്കും. എണ്ണി നമുക്ക് പറയാം. 90-ൽ യന്ത്രക്കല്ല്, അതിനുശേഷം പാർട്ടിയിലേക്ക് എത്തുമ്പോൾ ദേശാഭിമാനിയുടെ ജനറൽ മാനേജറായിരിക്കുന്ന ഘട്ടത്തിൽ വിവാദ ലോട്ടറി ഏജന്റ് നമ്മളുടെ സാന്റിയാഗോ ബാർട്ടനിൽ നിന്ന് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് 2 കോടി രൂപ എന്നിട്ട് നടത്തിയ പ്രതിരോധം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ ലോട്ടറി മാഫിയക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴാണ് ദേശാഭിമാനിയുടെ ജനറൽ മാനേജറായിരിക്കുന്ന EP ജയരാജൻ 2 കോടി രൂപ ബോണ്ട് എന്ന നിലയിൽ വാങ്ങുന്നത്. പിന്നീട് അത് പൊളിഞ്ഞു പോകുന്നു ആർഗ്യുമെന്റ്. അവിടെ ഈ ജാഗ്രതാ കുറവുണ്ടാവുന്നു. 2013 മറ്റോ ആണെന്ന് തോന്നുന്നു, നമ്മുടെ പാലക്കാട് പ്ലീനം നടക്കുന്ന സമയത്ത് കളങ്കിതരായ മനുഷ്യരെ അകറ്റി നിർത്തണമെന്ന പാലക്കാട് പ്ലീനം തീരുമാനമെടുത്തതിൻ്റെ പിറ്റേ ദിവസം ദേശാഭിമാനിയുടെ പേജിൽ വരുന്നത് മലബാർ സിമെന്റ്സിലെ വിവാദ വ്യവസായിയായ രാധാകൃഷ്ണന്റെ ഗ്രൂപ്പായ സൂര്യ ഗ്രൂപ്പിന്റെ പരസ്യമാണ്. ആ സൂര്യ ഗ്രൂപ്പിന്റെ പരസ്യം ദേശാഭിമാനി 1ാമത്തെ പേജിൽ പ്രസിദ്ധീകരിക്കുന്നു. പാർട്ടി പ്ലീനത്തിലെടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായി പാർട്ടിയുടെ മുഖപത്രത്തിൽ സൂര്യ ഗ്രൂപ്പിന്റെ പരസ്യം അടിച്ചു വരുന്നത് ജാഗ്രത കുറവായിട്ടെന്ന് വിലയിരുത്തി. അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ വകുപ്പിലെ തന്നെ KSIDCയിൽ PK സൈമിതി ടീച്ചറിന്റെ മകനെ സുധീർ നമ്പ്യാറിനെ MD ആയി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാവുന്നു. പക്ഷേ വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുന്നു. അദ്ദേഹം തിരികെ വരുന്നു. പക്ഷേ അവിടെയും ജാഗ്രത കുറവുണ്ടായി എന്ന് പൊതുസമൂഹത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടാവുന്നു. പാർട്ടി ഏതു രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഫാരിസ് അബൂബക്കറുമായിട്ട് ഇടപാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ദേശാഭിമാനിയുടെ ഭൂമി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒക്കെ അദ്ദേഹം
നിറഞ്ഞു നിൽക്കുമ്പോൾ ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ അതിൻ്റെ ഭാഗമായി ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്ന തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് കേവലമായ നാക്കുപിഴകളല്ല ഉണ്ടായിരിക്കുന്നത്. ഒരുതരം ടോക്സിക് ഇന്നസെൻസ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നസെൻസിനും അപ്പുറം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ BJPയുമായി ഒരു രാഷ്ട്രീയ ബന്ധം ആഗ്രഹിച്ചു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല സ്മൃതി. കാരണം ശോഭാ സുരേന്ദ്രൻ പറയുന്നതും ദല്ലാൽ നന്ദകുമാർ പറയുന്നതും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. എന്നാൽ പ്രഭാരി ആയ പ്രകാശ് ജാവദേക്കർ ആക്കുളത്തെ മകന്റെ വീട്ടിലേക്ക് വന്നതിന് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാനും EP ജയരാജന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല MV ഗോവിന്ദൻ ജനകീയ പ്രതിരോധ യാത്ര നടത്തുന്ന ഘട്ടത്തിലാണ് അതിൽ പങ്കെടുക്കാതെ എറണാകുളത്ത് വെച്ച് ക്ഷേത്രത്തിൽ വെച്ച് നന്ദകുമാറിന്റെ അമ്മയ്ക്ക് ഷാൾ അണിയിക്കുന്നതും അത് ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയാണെന്ന് അറിയില്ല എന്ന നിലപാട് EP ജയരാജൻ സ്വീകരിക്കുന്നതും. ഇങ്ങനെ ഒരു പക്ഷത്ത് പാർട്ടിയോടൊപ്പം കൂറു പുലർത്തുന്ന പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു കേഡറായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ചില അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ, ജാഗ്രത കുറവുകൾ ഇതൊക്കെ പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷെ അപ്പോഴെല്ലാം പിണറായി വിജയന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടായിരുന്നു. നോക്കണം, 1980 EP ജയരാജൻ ദേശീയ അധ്യക്ഷനാകുമ്പോൾ DYFയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാഷ്. അതായത് MV ഗോവിന്ദൻ EP ജയരാജനെതിരെ ഇന്ന് അദ്ദേഹം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവായി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ DYFI മുതൽ ഇങ്ങോട്ട് MV ഗോവിന്ദനേക്കാൾ മുൻപേ നടന്നൊരു മനുഷ്യനെതിരെയാണ് MV ഗോവിന്ദൻ ആ നിലപാട് പ്രഖ്യാപിക്കുന്നത് അഥവാ നടപടി പ്രഖ്യാപിക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ പലതരത്തിൽ വൈരുദ്ധ്യാത്മിക രാഷ്ട്രീയത്തിനുടമയാണ് ഒരർത്ഥത്തിൽ EP ജയരാജൻ. പക്ഷെ അതുകൊണ്ടൊന്നും EP ജയരാജൻ BJPയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല 24ാം പാർട്ടി കോൺഗ്രസ് അടുത്ത മധുരയിൽ തുടങ്ങുമ്പോൾ ഏപ്രിൽ മാസത്തിലാകുന്ന സമയമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് 75 വയസ്സാവും. മെയ് 28-നാണ് 75 വയസ്സ് പൂർത്തിയാക്കുക. അതിനുശേഷം മറ്റേതെങ്കിലും രാഷ്ട്രീയ പദവികളിലേക്ക് അദ്ദേഹത്തിന് വരാനുള്ള സാധ്യതയുമില്ല. പക്ഷേ EP ജയരാജൻ നിലവിലത്തെ അവസ്ഥയിൽ നീരസം ഇന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനത്തോട് വ്യത്യസ്ത ആളുകളുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. VN വാസവൻ അടക്കമുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അസ്വസ്ഥനാണ് EP എന്ന കാര്യത്തിൽ സംശയമില്ല. കടുത്ത നിലപാട് EP എടുക്കില്ല. പാർട്ടി തിരുത്തി തുടങ്ങിയോ എന്ന കാര്യത്തിന് പാർട്ടിയുടെ സംഘടനാപരമായ അച്ചടക്ക നടപടിയായി നമുക്കതിനെ കാണാൻ കഴിയില്ല. പക്ഷേ പകരം കൊണ്ടുവന്നിരിക്കുന്ന TP രാമകൃഷ്ണൻ ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് എന്താണ്? അടിമുടി കേഡറാണ്. അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ രാഷ്ട്രീയ വൈരുദ്ധ്യം ഇദ്ദേഹത്തിൽ കാണുന്നത് പോലെ TP രാമകൃഷ്ണൻ ഇല്ല. ഓരോ വാക്കും സൂക്ഷ്മമായി ഉപയോഗിക്കും. TP വധക്കേസ് ഉണ്ടാവുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന TP രാമകൃഷ്ണൻ അന്ന് ആ പദവി ആ പദവിയിൽ നിന്ന് അവധിയെടുത്ത് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പേരാമ്പ്രയിൽ ഇന്നേ വരെ അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആ അർത്ഥത്തിൽ പാർട്ടി തിരുത്തി തുടങ്ങിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ ഒരു വിഭാഗീയതയുടെയും ഭാഗമല്ലാത്ത TP രാമകൃഷ്ണനെ അടുത്ത ഇടതുമുന്നണി കൺവീനർ ആക്കുന്നു എന്നുള്ളത് CPM കൊടുക്കുന്ന ഒരു മെസ്സേജാണ് എന്ന് കാണാനാണ് എനിക്കിഷ്ടം. സംഘടനാപരമായ നടപടി ഇപ്പോഴും EP ജയരാജനെതിരെ ഉണ്ടായിട്ടില്ല. മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു. പക്ഷേ അതൊരു മെസ്സേജാണ്. പകരം കൊണ്ടുവരുന്ന TP രാമകൃഷ്ണനിലൂടെ ഒരു മെസ്സേജ് നൽകാൻ ഉദ്ദേശിക്കുന്നു. ആ മെസ്സേജ് വരാൻ പോകുന്ന 2024-ലെ 25-ലെ 24ാം പാർട്ടി കോൺഗ്രസിന് മുൻപാകെ പാർട്ടിയിലെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികൾക്ക് മുൻപിൽ വയ്ക്കാനുള്ള പാർട്ടിയുടെ ഒരു നടപടിയായി തന്നെ നമ്മൾ ഇതിനെ കണക്കാക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്മൃതി. ശരി, പാർട്ടിയായി തുടരണമെങ്കിൽ എടുക്കേണ്ടി വന്ന നിർബന്ധിതമായ സാഹചര്യം അങ്ങനെ നടത്തിയ ഒരു തിരുത്തലായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. CPMന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ തരത്തിലുള്ള തിരുത്തൽ നടത്തേണ്ടി വരും. ആ തിരുത്തൽ ഉണ്ടാകുമെന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല ഘട്ടങ്ങളിലായി MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചതാണ്. അതിൻ്റെ സമയത്തുണ്ടാകുമെന്നുള്ള കാര്യം പലപ്പോഴായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ നടപടി. ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു വരിയായി ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ ഒഴിവായി എന്ന് പറഞ്ഞു. അവിടെ TP രാമകൃഷ്ണൻ വരുന്നു എന്നൊരു വരിയാണ് അദ്ദേഹം വായിച്ചത്. അപ്പോൾ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഈ ജാവ്ദേക്കർ വിഷയം എന്ന് പറയുന്നു. അതിലപ്പുറം അതിലെ ചർച്ചകളിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ രൂപത്തിലുള്ള തർക്കത്തിലേക്കും ഏറ്റുമുട്ടലിലേക്കും ഈ വിഷയം എത്തിയെന്നാണ് കേൾക്കാനായത്. അതിൽ ജയരാജനും MV ഗോവിന്ദനും തമ്മിലുള്ള തർക്കം തന്നെ ഉണ്ടായിരുന്നു. അത് സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിഷയം. രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രഞ്ജിത്തിനെ സഹായിച്ചത് അല്ലെങ്കിൽ ഇത്രയും കുറേ നേരമെങ്കിലും അദ്ദേഹത്തെ പ്രതിരോധിച്ചത് MV ഗോവിന്ദൻ്റെ സ്വകാര്യ താല്പര്യമായിരുന്നു എന്നുള്ള വാദം ഇപ്പുറത്ത് EP ജയരാജൻ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ MV ഗോവിന്ദനെ ഒരു എതിരാളിയായിട്ടാണ്, തൻ്റെ മുന്നോട്ട് പോക്കിനുള്ള ഒരു തടസ്സമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കോടിയേരിക്ക് ശേഷം താൻ ആഗ്രഹിച്ചിരുന്ന
ഇടത്ത് കോടിയേരിയുടെ സ്ഥാനത്ത് അതേ രൂപത്തിൽ തന്നെ ഈ മുന്നണിക്കകത്തെ പ്രശ്നപരിഹാരകനായിട്ടും പാർട്ടിയിലെ ആവശ്യങ്ങൾ അത് ഫണ്ട് റേസറായിട്ടും എല്ലാ രൂപത്തിലും പ്രശ്നപരിഹാരകനായി നിന്ന് അദ്ദേഹത്തിന് പിൻഗാമിയായി സ്വയം അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏത് ഘട്ടത്തിൽ എങ്ങനെ പെരുമാറും, ഏത് തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും എന്നുള്ളത് അറിയാത്തതുകൊണ്ട് യഥാർത്ഥ പാർട്ടി നിലപാടുകൾ പിന്തുടർന്ന് എം വി ഗോവിന്ദനിലേക്ക് ആ സ്ഥാനം എത്തുകയായിരുന്നു. അപ്പോൾ സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പിന്നാക്കം തള്ളപ്പെട്ടു. അത് പൊളിറ്റ് ബ്യൂറോ സ്ഥാനമായാലും പിന്നീട് പാർട്ടി സെക്രട്ടറി സ്ഥാനമായാലും അവിടെ നിന്ന് തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ പരസ്യമായ വിട്ടുനിൽക്കൽ. എം വി ഗോവിന്ദൻ നിശ്ചയിക്കുന്ന യാത്രകളിൽ, എം വി ഗോവിന്ദൻ നിശ്ചയിക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുക, പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ രാഷ്ട്രീയ യാത്രയിൽ ജാഥയിൽ കണ്ണൂരിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുക, പിന്നീട് വിവാദമുയരുമ്പോൾ തൃശ്ശൂരിൽ ചേരുക. അതിനിടയ്ക്കാണ് ഈ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് ആദരം നൽകുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന, ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന. പാർട്ടി ജാഥ നടത്തുമ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് യോജിച്ച രീതികളാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ അല്ല. പക്ഷേ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ജീവിച്ചിരുന്ന ആളല്ല. മാത്രമല്ല കട്ടൻ കാപ്പിയും കട്ടൻ ചായയും പരിപ്പുവടയും ആയിട്ട് ജീവിക്കേണ്ടവരല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് കാലത്തിനനുസരിച്ച് മാറ്റം വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാലത്തിനനുസരിച്ചുള്ള ആ മാറ്റത്തിന് അനുസരിച്ച് തന്നെയാണ് മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ജീവിക്കുന്നതെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ അത് ആ രൂപത്തിൽ പ്രതികരിക്കുന്ന നേതാവ് ഇ പി മാത്രമാണ്. പക്ഷേ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാവരുമായും സൗഹൃദത്തിലാണ്, എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും സൗഹൃദത്തിലാണ്, എല്ലാ മാധ്യമപ്രവർത്തകരുമായും സൗഹൃദത്തിലാണ്. ഒരു നിഷ്കളങ്കനായ നേതാവ് എന്ന നിലയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹം BJP-യുമായി കൈകോർക്കുന്നു എന്ന രൂപത്തിൽ വന്ന ആരോപണത്തിൽ അതിലപ്പുറം ഈ നടപടിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തി എന്നുള്ളതാണ്. അത് ശോഭാ സുരേന്ദ്രനാണ്. പേര് പറയാതെ പിണറായിയോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് നടത്തിയ കൂടിക്കാഴ്ചകൾ എന്നുള്ളത് ഒരു സ്ഥലത്തല്ല, രാമനിലയത്തിൽ നടത്തി, അതിനുശേഷം ഡൽഹിയിൽ നടത്തി എന്ന് പറയുന്നു. അതിനുശേഷം 3 തവണയായിട്ടുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ചാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതിനുശേഷമാണ് ജാവ്ദേക്കർ അദ്ദേഹത്തിൻ്റെ തന്നെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ ഞാനും ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടല്ലോ പൊതുപരിപാടിയിൽ എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതങ്ങനെയല്ലല്ലോ. പാർട്ടി കല്യാണത്തിനും പരിപാടിക്കുമല്ലല്ലോ കണ്ടിട്ടുള്ളത്, വീട്ടിൽ വന്ന് കണ്ടതല്ലേ എന്ന് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് BJP നേതാവുമായിട്ടുള്ള ബിസിനസ് താല്പര്യം, വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം, ഇതൊക്കെ തന്നെയും പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പരാജയം കൂടി അതിനുശേഷം ഉണ്ടാകുമ്പോൾ 5 പ്രധാനപ്പെട്ട നല്ല സ്ഥാനാർത്ഥികൾ BJP-ക്കുണ്ട് എന്ന് പറഞ്ഞ പ്രതികരണം, അതിനുശേഷം അത് തിരുത്താൻ അദ്ദേഹം പാടുപെട്ട സാഹചര്യം, ഇതൊക്കെ അവിടെ കാണുമ്പോൾ പിന്നീട് ഒരു നല്ല പരാജയം പാർട്ടിക്ക് ഉണ്ടാവുകയും അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി EPയുടെ ആ നടപടിയെ പാർട്ടി വിലയിരുത്തി. യഥാർത്ഥത്തിൽ ഇതൊരു സംഘടനാ നടപടി, പാർട്ടി സംഘടനാ ചട്ടം അനുസരിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് നടപടി സാധ്യമല്ല. പക്ഷേ സാധ്യമായ നടപടി അത് മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്ന ആവശ്യമാണ്. CPI ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് തിരുത്തേണ്ടി വന്ന തിരുത്തലാണ്. ആ തിരുത്തൽ നടത്തിയിരിക്കുന്നു. പക്ഷേ ഇനി അവിടെ തീർന്നു എന്നും ഞാൻ വിചാരിക്കുന്നില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ ഒരുപക്ഷെ ഒരു ശാസനാരൂപത്തിൽ ഒരു പ്രതികരണം വന്നേക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴും ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു എന്നതിൽ അവിടെ നിന്നില്ല. പിന്നീട് ഒരു ശാസനാരൂപത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിൻ്റെ പ്രായവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത മെയ് മാസമാകുമ്പോൾ അദ്ദേഹം 75 വയസ്സ് തികയും. അതോടുകൂടി തന്നെ കേന്ദ്ര കമ്മിറ്റി സ്ഥാനം ഇല്ലാതാകും. അങ്ങനെ പാർട്ടിയിൽ നിന്നും അദ്ദേഹം പതുക്കെ അകന്ന് മാറി നിൽക്കുന്ന ഒരു എന്താ പറയുക, പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഇനി ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും BJP-യിലേക്ക് ഇപ്പോൾ പോകില്ല എന്ന് കരുതണം. കാരണം അദ്ദേഹം പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഒരു സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ CPM-നെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടാവുക. അദ്ദേഹം ഡൽഹിയിൽ പ്രധാനപ്പെട്ട ഒരു BJP നേതാവുമുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിൽ പിണറായി വിജയൻ അത് അറിയുകയും അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ശാസിച്ച് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു എന്നൊരു വാർത്തയുണ്ട്. നമുക്കറിയില്ല, ഇതൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ അങ്ങനെ വരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പാർട്ടി വീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ BJP-യുമായുള്ള ചങ്ങാത്തം ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നാളെ ബ്രാഞ്ച് യോഗങ്ങൾ തുടങ്ങുന്നു. പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നു, എന്തായി ഈ BJP-യുമായി കൈകോർത്ത നേതാവിനെതിരെ എന്തു ചെയ്തു എന്ന ചോദ്യം വരുമ്പോൾ ഞങ്ങളിതാ നടപടിയെടുത്തു എന്ന് പാർട്ടിക്ക് കാണിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ പാർട്ടി നടപടിയൊക്കെ ഉണ്ടാവുക സമ്മേളനങ്ങൾക്ക് ശേഷമാണ്. ഇത് സമ്മേളനത്തിന് മുമ്പ് തന്നെ ആ നടപടിയെടുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. ഇനി ആ സ്ഥാനത്തേക്ക് വരുന്ന TP രാമകൃഷ്ണൻ എന്നുള്ളത് പാർട്ടിയുടെ ഉറച്ച ഒരു നേതാവാണ്. ഒരു സൗമ്യനാകേണ്ട
ഘട്ടത്തിൽ സൗമ്യനായും കർക്കശക്കാരനാകേണ്ട ഘട്ടത്തിൽ കർക്കശക്കാരനായും നിൽക്കുന്ന ഒരു നേതാവാണ്. പിണറായി വിജയനോട് അടുത്ത നേതാവ് തന്നെയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധം നടക്കുന്നത് അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി ആവുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ ആ തരത്തിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒരു തരത്തിൽ പ്രതിരോധിക്കുന്നതിൽ അദ്ദേഹം ഒരു തരത്തിൽ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടി ടി.പിക്ക് ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട് പാർട്ടിയെ സംബന്ധിച്ച്. പിണറായി വിജയനുമായി അടുത്ത നേതാവ് എന്നതുകൂടി അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇ.പിയെ സംബന്ധിച്ചും ഇ.പിയെ ഇത്രനാളും സംരക്ഷിച്ചു നിർത്തിയത് പിണറായി വിജയനോട് അടുത്ത നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ്. പക്ഷേ പിണറായിക്ക് പോലും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇ.പി കാര്യങ്ങൾ കൊണ്ടുപോയി എന്നിടത്താണ് കാര്യങ്ങൾ മാറുന്നത്. ഇത് ഒരു തിരുത്തലാണ്. പക്ഷേ അവിടെ നോക്കൂ, ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന മറ്റൊരു കാര്യം പി.കെ. ശശിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ശരിവെക്കുന്നു എന്നൊരു ഒറ്റ വരി മാത്രമേ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുള്ളൂ. പി.കെ. ശശിക്കെതിരെ നേരത്തെ ഉയർന്ന വിവാദങ്ങൾ അറിയാമല്ലോ. പാർട്ടിയിലെ തന്നെ ഒരു പ്രവർത്തകയ്ക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമം എന്നുള്ള പരാതി, അതിനെയൊക്കെ എങ്ങനെ മൂടിയെന്നും അതിനെ ഏത് രീതിയിൽ വിവക്ഷിച്ചു എന്നും പാർട്ടി കോടതി ഉണ്ടെന്നും തീവ്രത കുറഞ്ഞ പീഡനം എന്ന രൂപത്തിൽ നേതാക്കൾ തന്നെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിലൊരു തിരുത്തലുണ്ടായിട്ടില്ല. ഇതും പണമിടപാടുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ നടപടി ഇവിടെ ശരിവെക്കുന്നതിലേക്ക് ആ കാര്യത്തിൽ എത്തിക്കുന്നു. ഇനി മുകേഷിന്റെ വിഷയം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തു. അപ്പോൾ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ ധാർമ്മികതയുടെ പേരിൽ മടങ്ങി വരാനാകില്ലല്ലോ എന്നൊരു വാദമാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനിടയ്ക്ക് തന്നെയാണ് പാർട്ടിയിലെ വനിതാ നേതാക്കൾ, മുന്നണിയിലെ വനിതാ നേതാക്കൾ എങ്ങനെ അതിനെ കരുതുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. ഞങ്ങളാണ് ഇവിടെ പ്രതികരിക്കേണ്ടത്, ദേശീയ നേതൃത്വം പ്രതികരിക്കേണ്ട എന്ന് പറയുമ്പോഴും ആനി രാജ ഇന്നുകൂടി ആ വിഷയത്തിൽ ശക്തമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ബൃന്ദ കാരാട്ടിൻ്റെ പ്രതികരണം അവിടെയുണ്ട്. അപ്പോൾ പാർട്ടി ആലോചിക്കണം, പാർട്ടിയിലെ വനിതകൾക്ക് പാർട്ടി നൽകുന്ന ഉറപ്പ് എന്താണ്, സ്ത്രീ സുരക്ഷ എന്നുള്ള കാര്യത്തിൽ പാർട്ടി നൽകുന്ന സന്ദേശം എന്താണ് എന്നുകൂടി പാർട്ടി വ്യക്തമാക്കി തരേണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ ബി.ജെ.പിയുമായുള്ള കൈകോർക്കൽ പാർട്ടിയിലിരുന്നു കൊണ്ട് ഒരു നേതാവിന് നടത്താൻ പറ്റില്ല എന്നൊരു സന്ദേശം ഏതായാലും ഈ നടപടിയിലൂടെ വന്നിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു തിരുത്തലാണ് എന്ന രൂപത്തിൽ ഇതിനെ ഞാൻ കാണുകയാണ്. എനിക്ക് ഒരു കാര്യം കൂടി പറയേണ്ടത്, ഇതിനകത്ത് ഈ പി.കെ. ശശിയുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ പറഞ്ഞ അഭിപ്രായത്തിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് വളരെ പെട്ടെന്ന് പറയാം. അതായത് ലോജിക്കലാണെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹത്തിനെതിരായിട്ട് FIR ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തുടരുന്നത് ലോജിക്കലാണ്, സംഘടനാ നടപടിയാണല്ലോ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതൊട്ടും തന്നെ ലോജിക്കലല്ല. അത് ഞാൻ വിയോജിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കൂ, എന്താണ് പിന്നെ പി.കെ. ശശിക്കെതിരായിട്ട് ഉയർന്ന ആരോപണം, മണർകാട് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള യൂണിവേഴ്സൽ കോളേജിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ അനുവാദമില്ലാതെ ധനസമാഹരണം നടത്തുകയും അത് ദുർവിനിയോഗം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണല്ലോ പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. 5,49,00,000 രൂപയുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നത്. 5,47,5.5 കോടി എന്ന് വയ്ക്കാം. 5.5 കോടിയുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന കണ്ടെത്തലിനെ ശരിവെക്കുകയാണല്ലോ സംസ്ഥാന കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു നടപടി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പാർട്ടിയുടെ താഴത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് പാർട്ടി തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരാളെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ലോജിക്കലല്ല, അത് ശരിയുമല്ല. കാരണം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളിൽ ഒന്നാണ് ടൂറിസം എന്ന് പറയുന്നത്, അല്ലേ? ആ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾ സ്വന്തം പാർട്ടിയെ സാമ്പത്തികമായി വഞ്ചിച്ചിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് മാത്രവുമല്ല, അത് ഒരു പാർട്ടി പദവിയല്ല, അതൊരു ഔദ്യോഗിക പദവിയാണ്. അവിടെ അയാൾ തുടർന്നോട്ടെ. നമ്മുടെ പാർട്ടിയിൽ കാണിച്ചൊരു ക്രമക്കേട്, സാമ്പത്തിക തിരിമറിക്ക് നമ്മൾ അയാളെ ശിക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ലോജിക്കുമില്ലെന്ന് മാത്രമല്ല, അത് പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഒരു സത്യസന്ധതയില്ലായ്മ കൂടിയാണ്. നിങ്ങൾ ഒരു കുഴപ്പക്കാരനായി കണ്ടെത്തിയ വ്യക്തിയെ, നിങ്ങളുടെ പാർട്ടിയെ തന്നെ സാമ്പത്തികമായി വഞ്ചിച്ചുവെന്ന് കണ്ടെത്തിയ വ്യക്തിയെ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ പണം ചിലവാക്കി നടന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നു എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. ശരി, തിരുത്തൽ തുടങ്ങിയോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. തിരുത്തൽ തുടങ്ങിയെന്ന് 3 പേരും ഒരുപോലെ. ഒരു നിമിഷം. അല്ല, നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതിൽ ഈ പാർട്ടിയിൽ നിന്ന് ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണോ സ്മൃതി സൂചിപ്പിച്ചത്? അതായത് പാർട്ടിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങളെന്ന് പറഞ്ഞത് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പിണറായി വിജയൻ വിളിച്ചു, അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ചേരാൻ വരുന്ന ലളിത് ഹോട്ടലിൽ വെച്ചുള്ള മീറ്റിങ്ങിനിടയിൽ അദ്ദേഹം തിരിച്ചുപോയി എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ നെറേറ്റീവാണ്. അതിന് ഇ.പി. ജയരാജൻ മറുപടി പറയുകയും മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഞാൻ അല്ലാതെയും അറിഞ്ഞ കാര്യമാണ്. ഞാൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വാദമല്ല, ഞാൻ അല്ലാതെ അറിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയിൽ നിന്നോ? പാർട്ടിയിൽ നിന്നെന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി അറിയിക്കുകയല്ലോ. നമുക്ക് വിവരങ്ങൾ തരുന്ന സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. ആ പാർട്ടിയിൽ നിന്ന് അല്ല
അല്ല, സ്മൃതിക്ക് പാർട്ടി സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമാണെങ്കിൽ നല്ലത്. പക്ഷേ ആ വിഷയത്തിൽ ഇ.പി. ജയരാജൻ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇനിയും കൃത്യമായ മറുപടി കൊടുത്തിട്ടില്ല ശോഭാ സുരേന്ദ്രൻ. എവിടെ വെച്ച് കണ്ടു? ഒരു തെളിവ് പോലും കൊടുത്തിട്ടില്ല. ആ ഹോട്ടലിൽ വന്നിട്ടുണ്ടോ? ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു, രാമനിലയത്തിൽ പോയി കണ്ടു. ഇതൊക്കെ പുറത്തുള്ള റൂമറുകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ന് മറ്റൊരു വലിയ വിവാദം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നും പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ കിട്ടുകയുള്ളൂവെന്നും കോൺഗ്രസിലെ തന്നെ ഒരു പ്രവർത്തക ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഉണ്ടാവുന്നത്? നടപടി വേണ്ടേ ആ വിഷയത്തിൽ? നമുക്ക് ഈ കമ്പാരിസൺ ഒരു ശരിയായ കമ്പാരിസൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ അരുൺ, അതിനകത്ത് ഒരു പ്രശ്നം വരുന്നത്, അത് ആരുമാകട്ടെ, പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകാൻ പറ്റില്ല ഡോക്ടർ അരുൺ. അതെന്താണെന്ന് വെച്ചാൽ, അതിൽ ഒരു വനിതാ നേതാവ് മറ്റു ചില ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ. വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന ആളുകൾ ഈ രൂപത്തിൽ വന്നതാണ് എന്ന രൂപത്തിൽ പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ശരിയായ രീതിയുമല്ല. നമുക്ക് പറയാം, നേതാക്കളെ പ്രീതിപ്പെടുത്തുന്നവർക്ക് സ്ഥാനമുണ്ട് എന്ന് പറയാം. അല്ല, അവരുടെ ക്രെഡിബിലിറ്റി അവർ തന്നെ കളയുകയാണ്. വനിതാ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ വേറെ രൂപത്തിൽ വന്നു എന്ന് എങ്ങനെ പറയാം? മാത്രമേ കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ കിട്ടുകയുള്ളൂ എന്നും ഒരു കോൺഗ്രസ് പ്രവർത്തക പറയുന്നത് നമുക്ക് ചർച്ചയല്ലേ? ഇല്ല, ചർച്ച ചെയ്യാം. അല്ലല്ല, നമ്മുടെ വിഷയം ഒന്നാമത് കോൺഗ്രസ് അല്ല. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്ക് കോൺഗ്രസും ചർച്ച ചെയ്യാം. ഒരു മിനിറ്റ്, ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാനൊരു സ്ത്രീ എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത്. ഡോക്ടർ അരുൺ, ഞാനൊരു സ്ത്രീ എന്ന നിലയ്ക്കാണ് പറയുന്നത്. ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ഗൗരവത്തിലുള്ളതാണ്. താങ്കൾ പറയുന്നത് പോലെ അവിടെ കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു വാക്കൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വാക്ക് ഉപയോഗിക്കുന്നില്ല, അത് ഗൗരവത്തിലുള്ളതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവർ പറഞ്ഞു വച്ചത് ഇപ്പോൾ അവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ചില വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞ ഇന്ന ആളുകൾ ഇന്ന രൂപത്തിൽ വന്നു എന്ന് പറയുന്നത് അത് വേറെ രൂപത്തിലുള്ള ആരോപണമാണെന്നും അത് നമ്മൾ ഏറ്റുപിടിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരാരോപണമായും അതിന്റെ ഭാഗമായി അവർ മറ്റേതെങ്കിലും വനിതാ നേതാക്കൾക്കെതിരെ ഒന്നിച്ചുള്ള ആരോപണമാണ്, ഒന്നിച്ചുള്ള പ്രതികരണമാണ്. ക്രെഡിബിലിറ്റി പരിശോധിക്കേണ്ടതാണ്. അവർക്ക് ആ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ അവരത് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നോക്കൂ സ്മൃതി, അങ്ങനെയാണെങ്കിൽ ഉടനെ ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇവർക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം. പൊതുസമൂഹത്തിന് മുന്നിൽ എന്താണെന്നത് വ്യക്തമാക്കണം. പറയാനുള്ള കാരണം, ഇ.പി. ജയരാജൻ പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ മറുഭാഗത്ത് ഇ.പി. ജയരാജൻ അത് ആവർത്തിച്ചു പറയുന്നു എന്ന് മാത്രമല്ല, അത് ആഘോഷിക്കുന്നവർ, അതായത് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും ശരി, ദല്ലാൽ നന്ദകുമാർ ആണെങ്കിലും ശരി, ഇതിന് ഉപബോധബലകമായ ഒരു തെളിവ് പോലും തന്നിട്ടില്ല. ഒരു തെളിവ് പോലും മുന്നിലേക്ക് വെച്ചിട്ടില്ല. നടപടി നേരിട്ട വിഷയമാണല്ലോ. ആ നടപടി നേരിട്ട വിഷയം എന്ന് പറയുമ്പോൾ ബി.ജെ.പിയുമായി ചർച്ച നടത്തിയെന്ന വിഷയമാണല്ലോ. ബി.ജെ.പിയുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ LDF കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ഇന്ന സ്ഥലത്ത് കണ്ടോ, അപ്പുറത്തുനിന്ന് കണ്ടോ, മൂന്നാമത് കണ്ടോ, രണ്ടാമത് കണ്ടോ എന്ന വിഷയമല്ലല്ലോ. 2023 മാർച്ച് മാസത്തിൽ, സ്മൃതി ഒരു നിമിഷം 2023 മാർച്ച് മാസത്തിലല്ലേ ഈ പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്? ഇത് പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വിഷയത്തിലാണോ പിണറായി വിജയൻ ശകാരിച്ചത്? പിണറായി വിജയൻ എന്താ പറഞ്ഞത്? പാപിയോടൊപ്പം ശിവൻ കൂടിയാൽ ശിവനും പാപി ആയിടുമെന്ന പ്രയോഗം ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? ജാവദേക്കറിനെ ഉദ്ദേശിച്ചാണോ? അല്ലല്ലോ. ദല്ലാൽ നന്ദകുമാറുമായിട്ടും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം അവസ്ഥകൾ വന്നു ചേരാം. അത്തരം ട്രാപ്പുകളിൽ പെട്ടു പോയതിനു ശേഷം പാർട്ടിയെയും മുന്നണിയും പ്രതിരോധത്തിലാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇന്ന് വളരെ കൃത്യമായിട്ടല്ലേ എം വി ഗോവിന്ദ മാഷ് പറഞ്ഞത്? എന്താണ്? LDF എന്ന മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുന്നതിന് ഇ.പി. ജയരാജന് പരിമിതികൾ ഉണ്ടായിരുന്നു. അതൊരു കാരണം. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. CPM-ന്റെ ജാഥയാണെങ്കിലും ശരി, LDF-ന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ശരി, ഇ.പി. ജയരാജൻ പലതവണ അവധിയെടുത്തു പോകുന്നത് നമ്മൾ കണ്ടു. അതൊരു പ്രധാന പരിമിതിയായി പാർട്ടിക്ക് മനസ്സിലായി. രണ്ടാമത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തത് ആ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രസ്താവന. ആ പ്രസ്താവന എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നുവെങ്കിലും അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ BJP-ക്കെതിരെ ഒരു തിരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടതു മുന്നണിയെ പ്രതിരോധത്തിലാക്കി. ഈ രണ്ട് വിഷയങ്ങളെ അവിടെ ഉള്ളൂ. ആ രണ്ട് വിഷയങ്ങളുടെ പുറത്താണ് നടപടി. അത് നമ്മൾ പറയണ്ടേ സ്മൃതി? പറഞ്ഞോളൂ. ഞാൻ എൻ്റെ മനസ്സിലാക്കൽ പറഞ്ഞു. ഞാൻ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ചർച്ചയിൽ CPM നേതാക്കളൊന്നും ചർച്ചയിൽ സംസാരിക്കാൻ വന്നിട്ടില്ല. ഇന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടതുമാണ്. ശരി, തിരുത്തൽ തുടങ്ങിയോ എന്ന ചോദ്യത്തിന് തിരുത്തൽ തുടങ്ങി എന്ന് തന്നെയാണ് 3 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
Meet the editors.